സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൊച്ചി നഗരസഭ 27ാം ഡിവിഷൻ വിദ്യാഭ്യാസ അവാർഡ് സായാഹ്നം നടത്തി. SSLC, +2 പരീക്ഷകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും അനുമോദിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി കൊച്ചി നഗരസഭ 27ാം ഡിവിഷൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് സായാഹ്നം 2025 ആഗസ്റ്റ് 25 വൈകുന്നേരം 5:30 ഫോർട്ട് കൊച്ചി വെള്ളി ജൂബിലി ഹാളിൽ നടന്നു. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ S. സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അത്തരത്തിലൊരു അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അഭിമാനവും ആനന്ദവും നൽകുന്നതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളും നമ്മൾ നൽകുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇത്തരം സമൂഹം അഭിനന്ദിക്കുമ്പോൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂളുകൾ എന്നെല്ലാം നിലയിലുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അത് കൂടുതൽ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കൂടുതൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് നമുക്ക് മാറിത്തീരാനും ഉള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കാണുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ഒന്നാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് കാണാൻ കഴിയും. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെയും കാണാൻ കഴിയില്ല. ചടങ്ങിൽ കൊച്ചി MLA KJ മാക്സി അധ്യക്ഷത വഹിച്ചു. 2014 വന്ന കേരള ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് എല്ലാ മണ്ഡലങ്ങളിലും ഉന്നത നിലവാരമുള്ള ഇന്റർനാഷണൽ സ്കൂളുകളുടെ ഫണ്ട് അനുവദിച്ചു. അങ്ങനെ അനുവദിച്ചപ്പോൾ അതിന് നിർദ്ദേശം ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ കൊടുത്ത സ്കൂളിന്റെ പേരാണ് ഫോർട്ട് കൊച്ചി വെള്ളി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അന്ന് കിഫ്ബി വഴി നമുക്ക് കിട്ടിയ 5 കോടി രൂപയും MLA ഫണ്ടിൽ നമുക്ക് 2 കോടി രൂപ ഉപയോഗിച്ചാണ് ആ സ്കൂൾ ഇന്നത്തെ ലെവലിലേക്ക് ഉയർന്നു വന്നത്. സ്കൂൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ സന്ദർഭത്തിൽ വലിയ കൗൺസിലറായി വരികയും കൊച്ചി നഗരസഭയെ കൊണ്ട് 2 ലാബ്, 4 ലാബ്. ആദരണീയ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ശ്രീമതി K. അൻസിയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.